കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതിനൊരു പുതിയ കാഴ്ചയാണ്. ആ പുതിയ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ എന്തൊരു വളവാണ്. ഇത്രയധികം വീഡിയോസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വളവുള്ള ഇപ്പോൾ അതിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടാ. പക്ഷെ ഇങ്ങോട്ട് കയറ്റി വിട്ടതൊന്നും ഇല്ല. അതൊരു അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ ഇറങ്ങി നമ്മൾ മന്നിലാകുന്ന ഒരു ചെറിയൊരു ബൈപ്പാസ് പോലെ വഴി തിരിച്ചു വിടുന്നില്ലേ, അതിക്ക് കയറുന്ന ഭാഗാട്ടാ. ചവക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇപ്പോൾ ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി നിലവിൽ നല്ലൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്ങനെ വളവായിന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എത്ര വീഡിയോസ് എടുത്തിട്ട് ഇതിൻ്റെ ശ്രദ്ധയിൽ പെടുകയും ചെയ്തില്ല കേട്ടോ. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അതെന്തായിരുന്നു നിൻ്റെ ശ്രദ്ധയിൽ പെട്ടാന്ന്. പക്ഷെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുമില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഈ ഭാഗത്ത് വീഡിയോസ് എടുക്കാറില്ല. താഴത്ത് നിന്നിട്ട് വീഡിയോസ് എടുത്ത് പോകാറാണ്. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അതതിൻ്റെ ഭംഗി കാണുന്നില്ലേ. ഇനി ഇത് പെയിൻറ്റിങ് വന്ന് നല്ല രസമുണ്ടാവും കേട്ടോ ആ ഭാഗം കാണാൻ. അപ്പോൾ നല്ല വളവുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ വളവ് വന്നെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കണ്ടില്ലേ മന്നിലാകുന്നത്ത് നമ്മൾ ഈ റോഡ് പിന്നെ മുന്നേ വർക്ക് കഴിഞ്ഞ സ്ഥലം കൂടി കേട്ടോ. മന്നിലാകുന്ന ചെറിയൊരു ബൈപ്പാസ് മോഡലുണ്ടല്ലോ, വഴി തിരിച്ചിടുന്നുണ്ടല്ലോ, പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തെ കാഴ്ചയാണ്. അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ടായി. ഇവിടെ വണ്ടികൾ വിട്ടുന്നില്ല, സർവീസ് റോട്ടികളെ വിട്ടുന്നത്. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടാണ്. അതാണ് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കാപ്പിരിക്കാട് വരെ സുഖമായിട്ട് പോകാമെന്ന്. കാപ്പിരിക്കാടിന് അങ്ങോട്ടും പോകട്ടെ. ഞാൻ ശിവാലയുടെ വർക്ക് ആയതുകൊണ്ടാണ് കാപ്പിരിക്കാട് വരെ എന്ന് പറഞ്ഞത്. ശിവാലയുടെ എൻ്റെ അടുക്കുന്ന കാപ്പിരിക്കാട് മലപ്പുറത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ബോർഡറാണ് കാപ്പിരിക്കാട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാപ്പിരിക്കാട് വരെ സുഖമായി പോകാമെന്ന്. കാപ്പിരിക്കാട്ടിൽ നിന്ന് പോകേണ്ട കാര്യം പറയുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. നല്ല രീതിയിൽ മലപ്പുറം ജില്ലയിലേക്ക് കയറിയ പിന്നെ ഒരു തടസ്സമില്ലാതെ സുഖമായി പോവുക. അപ്പോൾ കാപ്പിരിക്കാട് വരെ പോകാമെന്ന് പറഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ് തെറ്റിദ്ധരിക്കാണ്ട് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടാ. കാപ്പിരിക്കാട് വരെ ശിവാലയുടെ വർക്കിൽ സുഖമായിട്ട് പോകാമെന്നാണ് ഉദ്ദേശിച്ചത്. ഈ ഭാഗത്തൊക്കെ ഒന്നും കൂടി ഭംഗിയായി തോന്നുന്നു കേട്ടോ. അതിൻ്റെ പുതിയ പെയിൻറ്റിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടി ഉണ്ട് കേട്ടോ പുതിയ പെയിൻറ്റിങ് ഒക്കെ ആകുമ്പോൾ. അങ്ങനെ കാപ്പിരിക്കാട് വരെയുള്ള കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇനി ഒന്നും പറയാനില്ല നിങ്ങളോടൊക്കെ. ഇനി കുറച്ച് ലൈറ്റിൻ്റെ വർക്കാണ് ഇവിടെ മെയിനായിട്ട് ഇനി വെക്കാനുള്ളത്. പെയിൻറ്റിങ് കുറേയൊക്കെ കഴിഞ്ഞിരിക്കണ്. ഒരുവിധ സ്ഥലത്തൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കണം. മെയിൻ പെയിൻറ്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിരിക്കണം കേട്ടോ. മന്നലാകുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു അണ്ടർപാസിൻ്റെ അവിടേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പെരിയമ്പലം അണ്ടത്തോടൊക്കെയാണ് അടുത്തൊരു അണ്ടർപാസ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അണ്ടർപാസ് അവിടെ ഇല്ല. പിന്നെ നമുക്ക് കാപ്പിരിക്കാടാണ്. കാപ്പിരിക്കാട് കഴിഞ്ഞിട്ടാണ് പിന്നെ മലപ്പുറം ജില്ലയിലെ അണ്ടർപാസ് ഉള്ളത്. ചോരയുടെ കഥ നദികൾ. പെരിയാമ്പലം അണ്ടത്തോട് അണ്ടർപാസിൻ്റെ മേലെ ഇപ്പം നിൽക്കണം കേട്ടോ. ഇവിടെ ഇതാ പുതിയ ടാറിങ് ആണ്. പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ രണ്ട് സൈഡിലും പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ പെയിൻറ്റിങ് ഉണ്ട്. എന്നാലും അതിൻ്റെ മൊഞ്ച് കൊണ്ട് എടുത്ത് കാണിക്കുള്ളൂ. അവിടെയും പെയിൻറ്റിങ് വരണം. പിന്നെ ഇവിടെ പോസ്റ്റിൻ്റെ വർക്ക് എവിടെയും കഴിഞ്ഞിട്ടില്ല. കുറേ സ്ഥലത്തൊക്കെ കുറച്ചെങ്കിലും വെച്ചിട്ട് ഇവിടെ ഒന്നും വെച്ചിട്ട് കാണാനില്ല കേട്ടോ. അതൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ നീണ്ട് നിവർന്ന് കെട്ടിക്കണ ഒരു കാഴ്ച കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല സ്ട്രൈറ്റ് ആയിട്ടാ. കാരണം എത്താ ദൂരത്ത് കണ്ടില്ലേ, ക്യാമറയിലൊക്കെ മനസ്സിലാവണ്ടെന്ന് അറിയില്ല. അത്ര ലോങ് കിട്ടി ഇവിടെ ഈ ഭാഗത്തൊക്കെ കാണാണ്ട്. അത്ര ലോങ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ ക്യാമറ വെക്കണേക്കാൾ മുന്നേ നമുക്കൊക്കെ നല്ല രീതിയിൽ പൂശാൻ പറ്റും. പൂശണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. പറയുന്ന ലിമിറ്റ് തന്നെ പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വഴി തിരിച്ചുവിടാത്ത സ്ഥലത്തൊക്കെ കയറിയിട്ട് ഡ്രൈവിങ് പഠിക്കാൻ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു ഓപ്ഷൻ കേട്ടാണ്. ഞാനും പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ. ഇപ്പോൾ ബൈക്കായാലും ശരി കാറായാലും ശരി അടച്ചിട്ട സ്ഥലത്തിട്ടാ, വണ്ടികൾ അടച്ചിട്ട സ്ഥലത്ത് നമുക്ക് അങ്ങനെ കടക്കാൻ ഗ്യാപ്പ് ഉണ്ടാവുമെങ്കിലൊക്കെ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ സുഖമായി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും. പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. നീണ്ടൊന്നും വെറുതെ കിടക്കല്ലേ. തീരെ ബാലൻസ് ഇല്ലാത്തവർക്കൊക്കെ സുഖമായി ഡ്രൈവിംഗ് പഠിക്കാം. അതുപോലെ തന്നെ രാത്രി പിള്ളേർ കമ്പനി അടിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം കൂടി ആയിട്ട് മാറിയുന്നു കേട്ടോ. റോഡൊക്കെ പിള്ളേരും ഫാമിലിയും ഒക്കെ വരും കേട്ടോ. ഇവിടെ വന്നിട്ട് സെൻറ്ററിലൊക്കെ ഇരിക്കാമല്ലോ. വണ്ടികൾ വരുന്നില്ലല്ലോ. അടച്ച സ്ഥലത്തിട്ടോ, മറ്റുള്ളവർക്ക് പോയിട്ടൊന്നും ഇരിക്കല്ലേ. വണ്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് കയറി വരാത്ത പ്രയറുണ്ടില്ല. ഇതൊക്കെ ഇടിച്ചിട്ട് വന്ന് കയറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാതെ ഇപ്പോൾ ഒരുപാട് പിള്ളേർ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലമാക്കിയാണ് റോഡൊക്കെ.
ഞാനും ഇടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുമ്പോഴൊക്കെ അതിന് വണ്ടികളൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് അവിടെ ഇരിക്കുക, ചായ കുടിക്കുന്ന വട്ടം അങ്ങനെ പറഞ്ഞിട്ട് പിള്ളേർ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നത്, അത് ഷോർട്ട് വീഡിയോ എടുക്കുന്നത്, റീൽ എടുക്കുന്നത്, അങ്ങനെ പല കാഴ്ചകളും നമുക്കിങ്ങനെ കാണാൻ പറ്റും വണ്ടികളില്ലാത്ത സ്ഥലത്ത് റോട്ടിൽ. ഇപ്പോഴാണ് ഇത് പറ്റുള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. ഇനി ഇവിടെ ഈ വഴിക്കൊക്കെ പറഞ്ഞാൽ ചാവക്കാട് മുതൽ വെളിയങ്കോട് വരെയൊക്കെ നീർച്ചകളും പൂരങ്ങളൊക്കെ നല്ലുള്ള സ്ഥലമാണ്. നീർച്ച മെയിനായിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഇനി നമുക്ക് നീർച്ചയുടെ കാഴ്ചയൊക്കെ എങ്ങനെയെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. എന്താ വെച്ചാൽ ഈ ഭാഗത്തേക്ക് ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത ജനങ്ങളാണ് വെളിയങ്കോട്, ചാവക്കാട് നീർച്ച, അതുപോലെ ഇടയ്ക്കയൂർ നീർച്ചക്കൊക്കെ ആൾക്കാർ കടന്നു വരിക. മെയിനായിട്ട് ചാവക്കാട്, വെളിയങ്കോട് നീർച്ച. അപ്പോൾ ഇതൊക്കെ ഇനി എവിടെ വെച്ചിട്ട് നടത്തും, സർവീസ് റോട്ടിൽ എത്ര മാത്രം നടത്താൻ പറ്റുന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ വേണം. എനിക്ക് തോന്നുന്നില്ല ഇത് ബ്ലോക്ക് ഇല്ലാതെ വഴി നമുക്ക് എന്തെങ്കിലും കയറാൻ. ഞാൻ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല, എന്താ വെച്ചാൽ ബ്ലോക്ക് ഇല്ലാതെ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. എല്ലാവരും ഇതിന് മേലെ കയറിയിട്ടേ അടിയത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇതിന് മേലെ കയറും. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആവില്ലേ. പിന്നെ ഒരു ട്രാക്ക് എന്തായാലും ഓപ്പൺ ആവുമായിരിക്കും, എന്നാലും പണ്ടത്തെ പോലെ ആവില്ല കേട്ടോ. പണ്ടൊക്കെ വണ്ടി ബ്ലോക്ക് ചെയ്യലല്ലേ, വേറെ ബൈക്ക് തിരിച്ചു വിടലാണ് പതിവ് ഇവിടെയൊക്കെ നീർച്ചടക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെയെന്ന് ഉദ്ദേശിച്ചത് വെളിയങ്കോട്, ചാവക്കാട് ഭാഗത്തൊക്കെ, ഇടയ്ക്കയൂരൊക്കെ, അതൊക്കെ ഇപ്പോൾ ജനുവരിയിൽ ഫെബ്രുവരി ഒക്കെ ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ജനുവരി ഫെബ്രുവരിയിൽ തന്നെയാണ് തോന്നുന്നുണ്ട് മണത്തല നീർച്ചും വെളിയങ്കോട് നീർച്ചയൊക്കെ വരുന്നത്. അത്ര വലിയൊരു നീർച്ച കൂടിയാണ് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ. അതതിൻ്റെ പേരെടുത്തും പറഞ്ഞത്. അപ്പം ഇനി മെയിൻ റോട്ടിൽ എന്തായാലും കൊട്ടുണ്ടാവില്ല, പക്ഷേ ആൾക്കാർ കയറി കാണാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുകയെ. ആൾക്കാർ കാണാൻ വരണമെങ്കിൽ തന്നെ കുറേ ബുദ്ധിമുട്ടാണ്. എത്ര ലോങ്ങിൽ നിന്ന് കയറി നടന്നിട്ടൊക്കെ വേണ്ടവരും വരാനെങ്കിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്ന സ്ഥലമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കൊട്ടും കാര്യങ്ങളൊന്നും ഇതിന്മേൽ കയറില്ല, അത് ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ കൂടി നിന്നിട്ട് ഇനി വണ്ടിക്ക് തടസ്സം ഉണ്ടാവുമോ എന്ന് കണ്ടറിയാൻ തന്നെ വേണം. അതുപോലെ നീർച്ചയുടെ ഒരു കാഴ്ച ഞാൻ എന്തായാലും എടുക്കാം കേട്ടോ വീഡിയോസ്. എത്ര സുഖമായിട്ട് നീർച്ച നടത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. എന്താ വെച്ചാൽ ഫുള്ള് ബ്ലോക്ക് വരാറല്ലേ. കണ്ടില്ലേ KNRCയുടെ ബോർഡർ ആയിട്ട് അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക KNRC അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. KNRCയുടെ ബോർഡാണ്, കാപ്പിരിക്കാടാണ്. പോസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ കുറേ സ്ഥലത്ത്. ശിവാലയുടെ എന്നത് ശിവാലയുടെ പോസ്റ്റ് വെക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ പോസ്റ്റ് വെക്കണ ജോബും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രെയിനായിട്ട് ഇങ്ങനെ കൊടുന്നിങ്ങനെ വെക്കുകയാണ്. വീഡിയോ ഒന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ നാട്ടിലത്തെ റോഡിൻ്റെ മാറ്റങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയും. ഈ ഭാഗത്തെ കാഴ്ച ഞാൻ കൂടുതൽ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. മറ്റുള്ള വീഡിയോസ് ഞാൻ അധികം ഇടാറില്ല. നമ്മളെ തൃശ്ശൂർക്കാരാണ് കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ആ ഭാഗത്ത് എന്തായി. ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടാന്ന് ചിലപ്പോൾ നാളെ പറയും ആ ഭാഗത്ത് കാണിക്കുന്നു, കമൻറ്റ് ചെയ്തു. കമൻറ്റ് ഇട്ടോട്ടാ, സന്തോഷമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോസായിട്ട് വരാം. ബൈ.